രാജ്മോഹൻ ഉണ്ണിത്താന് നേരെ കൊല്ലത്ത് കയ്യേറ്റം. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ണിത്താന്റെ കാറിന് നേരെ ചീമുട്ടയെറിഞ്ഞു. അക്രമത്തിന് പിന്നിൽ പെയ്ഡ് ഗുണ്ടകളെന്ന് ഉണ്ണിത്താൻ പ്രതികരിച്ചു. സംഭവത്തിൽ 6 പേരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിന്റെ ജന്മദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി DCC സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ കൊല്ലം DCC ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കയ്യേറ്റമുണ്ടായത്. ഉണ്ണിത്താൻ DCCയിലെത്തിയാൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. ഉണ്ണിത്താന്റെ കാർ DCC കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ സംഘടിച്ചു നിന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാറിന് മുന്നിലേക്ക് ചാടി വീണു. വാഹനത്തിന്റെ ചില്ല് തകർത്ത പ്രവർത്തകർ ഉണ്ണിത്താനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷമാണ് വാഹനത്തിന് നേരെ ചീമുട്ടയുണ്ടായത്. ചില സേവാദൾ പ്രവർത്തകരുടെ സഹായത്തോടെ വളരെ പണിപ്പെട്ടാണ് ഉണ്ണിത്താൻ DCC ഓഫീസിനുള്ളിൽ കടന്നത്. അപ്പോഴും പുറത്തെ പ്രവർത്തകർ ഉണ്ണിത്താനെതിരായും K മുരളീധരന് അനുകൂലമായും മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു. തന്നെ ആക്രമിച്ചതിന് മുന്നിൽ K മുരളീധരനാണെന്ന് ഉണ്ണിത്താൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് മുരളീധരൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, എവിടെങ്കിലും വെച്ച് 14 ജില്ലയിൽ എവിടെങ്കിലും വെച്ച് എന്നെ കൊന്നിരിക്കും, ഞാൻ മരിക്കാൻ തയ്യാറാണ്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണല്ലോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഞാൻ മരിച്ചു വീഴാൻ തയ്യാറാണ്. സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്ന് കൊല്ലത്തുണ്ടായ സംഭവങ്ങൾ. അരുൺ ഗോവിന്ദകുർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. പാർട്ടിക്ക് ദോഷകരമാകുന്ന വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും ഐക്യമാണ് പരമപ്രധാനമെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ. വിമർശനത്തെ അസഹിഷ്ണുതയോടെ കാണേണ്ടതില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ചില ചരടുവലികളുണ്ടെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. വിവാദ പ്രസ്താവനകൾ ദൗർഭാഗ്യകരമാണ്. പാർട്ടിക്ക് ദോഷമാകുന്ന വിവാദങ്ങൾ ഉണ്ടാകരുതെന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടു. വിവാദപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നു. ഏതായാലും അത്തരം അഭിപ്രായ പ്രകടനങ്ങളോ വിവാദ പ്രസ്താവനകളോ തീർത്തും ഒഴിവാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിമർശനങ്ങളും സ്വയം വിമർശനവും കൂടുതൽ മെച്ചപ്പെടാൻ സഹായിക്കുമെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. വിമർശനം പലപ്പോഴും നമ്മെ നന്നാക്കാനും ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉയർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ചില ചരടുവലികളുണ്ടെന്ന K മുരളീധരന്റെ പ്രതികരണം സുധീരനെതിരായ പരോക്ഷ വിമർശനമായിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പല ചരടുവലികളും കാണാം. കാര്യങ്ങൾ ഇനി ശക്തമായിട്ട് പാർട്ടി നേതൃത്വം നിയന്ത്രിക്കണം. കോൺഗ്രസിൽ കലാപമുണ്ടാകുമെന്ന് ആരും കരുതേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അങ്ങനെ ആരും മനപ്പായസം ഉണ്ടണ്ട, കോൺഗ്രസിൽ കലാപമുണ്ടാകും, പ്രശ്നമുണ്ടാകുമെന്ന് ചാനലിൽ കാണുന്നൊന്നും നിങ്ങൾ വലുതായിട്ട് ഗൗരവത്തിലെടുക്കണ്ട. നേതാക്കൾ ചെളിവാരി എറിഞ്ഞ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കരുതെന്ന് VD സതീശൻ പ്രതികരിച്ചു. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന സതുദ്ദേശത്തോടെയാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം ഇന്ന് പ്രതികരിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തമ്മിലടി തെരുവ് യുദ്ധത്തിലേക്കോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവും മുൻ MLAയുമായ ജോസഫ് വാഴയ്ക്കൻ, രാഷ്ട്രീയ ചരിത്രകാരനും മുൻ കോൺഗ്രസ് നേതാവുമായ ചെറിയാൻ ഫിലിപ്പ്, മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി അബ്രഹാം, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു ചെറിയ ഇടവേള.